ഹലോ ഗഡീസ്, ഇന്ന് റമദാന്റെ 4ാമത്തെ ദിവസം. ഓർമ്മകളിൽ റമദാനിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത നമ്മുടെ സ്വന്തം RJ സൂരജ്. ഖത്തറിൽ മറക്കാനാകാത്ത ഒരു റമദാൻ അനുഭവം ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാവോ? റമദാന്റെ ഏറ്റവും നല്ല ഓർമ്മ എന്ന് പറയുമ്പോ എനിക്കൊരു ഓർമ്മ പറയാനുണ്ട്. പക്ഷെ എന്റെ കഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചിലപ്പോ തള്ളാണെന്ന് വിചാരിച്ചു, പക്ഷെ ഉള്ളതാട്ടോ. അത് ഞാന് ഗൾഫിലേക്ക് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ നാട് വിട്ടിട്ട് വേറെ സ്ഥലത്ത് കുറെ കാലം ജീവിക്കുന്നത്. അപ്പൊ എന്റെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഹിന്ദു ഭൂരിപക്ഷം മാത്രമുള്ള സ്ഥലമാണ്. മുസ്ലിം ഫാമിലികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നോമ്പിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യത്തെ നോമ്പ് കാണുന്നത് ഞാൻ ഗൾഫിൽ വന്നിട്ട് 3ാമത്തെ ദിവസമാണ്. അതായത് ഖത്തറിൽ വന്നിട്ട് 3ാമത്തെ ദിവസമാണ് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ എന്റെ റൂമിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു, അതായത് തൊട്ടപ്പുറത്തൊരു ടെന്റ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് അടിപൊളി ഫുഡൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. ഞാൻ വിചാരിച്ചെന്നാ പിന്നെ പോവാലോ, നല്ലതല്ലേ. അങ്ങനെ മദീന ഖലീഫയിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അവിടെ ഒരു വീനസ് സൂപ്പർ മാർക്കറ്റിന്റെ ബാക്കിലായിരുന്നു താമസം. നേരെ തൊട്ടപ്പുറത്തൊരു ടെന്റ് ഉണ്ട്. ആ ടെന്റിലേക്ക് കൃത്യം ഈ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തായിട്ട് ഞാൻ പോയപ്പോ കയറി പോകുമ്പോൾ തന്നെ ഇങ്ങനെ ആളുകൾ വലിയൊരു ക്യൂ ആണ്. ആ ക്യൂവിൽ ഞാൻ നിന്ന് കയറി പൊക്കോണ്ടിരിക്കുമ്പോ അവര് കയ്യിലൊരു ജ്യൂസ് തന്നു, ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു പാക്കറ്റ് തന്നു. ജ്യൂസ് കയ്യിൽ കിട്ടിയ ഉടനെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ, ഞാൻ അപ്പൊ തന്നെ പൊട്ടിച്ചിട്ട് കുടിച്ചോണ്ടാ ഉള്ളിൽ കയറുന്നത്. അപ്പൊ ഞാൻ കയറിക്കൊണ്ടിരിക്കുമ്പോ എല്ലാ ആൾക്കാരും ഇങ്ങനെ എന്തോ ഒരു സംശയം പോലെ എന്നെ നോക്കണു. അന്നേരം എനിക്ക് ആയപ്പാടൊരു എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അപ്പൊ തന്നെ എനിക്ക് ഓടി, അതായത് ഈ കഴിക്കേണ്ട സാധനമല്ല ഇത്, ബാങ്ക് കൊടുത്തതിന് ശേഷം അത് എന്റെ കയ്യിൽ കിട്ടിയപ്പോ അപ്പൊ തന്നെ പൊട്ടിച്ച് കുടിച്ചോണ്ടാ പോണെ. എല്ലാരും നോക്കിയപ്പോ ഞാൻ മെല്ലെ യൂട്ടേൺ അടിച്ചിട്ട് വന്നതാണ്. എന്റെ മൈൻഡിൽ ഏറ്റവും ആദ്യം വരുന്ന റമദാൻ ഓർമ്മ. അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് 10ഓളം നോമ്പുകൾ ഞാൻ കൂടിക്കഴിഞ്ഞു. ഇപ്പൊ എല്ലാ നോമ്പും എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് എന്റെ മൈൻഡിൽ പെട്ടെന്ന് വരുന്ന റമദാൻ ഓർമ്മ. വളരെ വ്യത്യസ്തവും രസകരവുമായ ഒരു റമദാൻ അനുഭവം നമ്മളോട് പങ്കുവെച്ച RJ സൂരജിനോടുള്ള നന്ദി അറിയിക്കുന്നു. മറ്റൊരു രസകരമായ അനുഭവമായി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് JP എന്റർടൈൻമെന്റ് മീഡിയ. ഓർമ്മകളിൽ റമദാൻ.